ശ്രീ അരുൺ മോഹൻ, ഇവിടെ ഗുരുപൂജ അല്ലെങ്കിൽ ഗുരുവന്ദനം എന്തിനാണ് നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ സാങ്കേതികമായി തെറ്റുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. പക്ഷേ സാങ്കേതികമായി അത്തരം തെറ്റുകളൊന്നുമില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അതിനെ നിശിതമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റെന്താണ്? നമ്മുടെ ഒരു സംസ്കാരം, ഒരു പാരമ്പര്യം, അത് വേണ്ട എന്ന് പറയുകയും ഭാരതീയ പാരമ്പര്യം അല്ലെങ്കിൽ കേരളത്തിൻ്റെ തദ്ദേശീയമായിട്ടുള്ള തനത് സംസ്കാരമൊക്കെ വേണ്ട എന്ന് പറയുന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? കൃത്യമായി ഒരു അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം തെറ്റില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ അധ്യാപകർക്കെതിരെ നടക്കുന്ന തെറ്റുകൾ അത് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകുന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിൽ അസഹിഷ്ണുത കാണിക്കുന്നവർക്ക് എന്താണ് രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അജണ്ടയോ എന്ന് പറയേണ്ടിയിരിക്കുന്നത്? അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഒരു രാജ്യത്തിന്റെ കൾച്ചറിനെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സ്വത്വം എന്താണെന്നുള്ളത് കൃത്യമായി തിരിച്ചറിയുക, അതിനെതിരായ പ്രവർത്തനങ്ങൾ നടത്തുക. വിവേകാനന്ദ സ്വാമികളെ ബൂർഷ്വാ സന്യാസി എന്ന് വിളിച്ച പ്രത്യയശാസ്ത്രമാണ് ഇവരുടേത്. പിന്നീട് അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടി വന്നു. ഇപ്പൊ കണ്ണൂരൊക്കെ ഇടക്കാലത്ത് രക്തബന്ധൻ എന്ന പേരിൽ ഡിവൈഎഫ്ഐ തന്നെ ചില പരിപാടികൾ സംഘടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ഇപ്പൊ അത് തുടർന്ന് അവർ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞു വന്നത്, ഇത് നാടിൽ ഇഴുകിച്ചേർന്നതാണ്. ഈ നാടിന്റെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്നിട്ടുള്ള ആചാരങ്ങളാണ്. ആചാരങ്ങള്, അനാചാരങ്ങള്, ദുരാചാരങ്ങള് മൂന്നായി തിരിച്ചറിയാൻ ഈ നാടിനറിയാം. ഏതാണ് ആചരിക്കപ്പെടേണ്ടതെന്നും ഏതാണ് നിരാകരിക്കപ്പെടേണ്ടതെന്നുള്ള കൃത്യമായ ബോധം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഇപ്പോ ഈ PM സുരേഷ് ബാബു പറയുന്നത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തീവ്രമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഒരു വിഭാഗം നഷ്ടപ്പെട്ടു പോകുമോ, ഇനി ലഘുവായി പറഞ്ഞാൽ മറ്റൊരു വിഭാഗം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള മാറ്ററാണ്. അത് ഈ നമ്മുടെ വിഷയമല്ല. അതായത് ഇദ്ദേഹം, ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ബാബുവിന് മകളോ മകനോ ഉണ്ടെങ്കിൽ അവര് വിവാഹം കഴിച്ചു വിടുന്ന സാഹചര്യം ഉണ്ടായാൽ ആ കുട്ടി അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നു കയറുന്ന കുട്ടിക്ക് കാൽപാദം തൊട്ട് നമസ്കരിച്ച് ആ വീട്ടിലേക്ക് വന്ന് കയറുന്ന അദ്ദേഹം അതിനെ എതിർക്കും. അത് നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. പേഴ്സണലി ഇതെല്ലാം ചെയ്യുകയും പൊളിറ്റിക്കലി ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു മൈലേജ് കിട്ടും, എനിക്ക് മൈലേജ് കിട്ടുന്ന നല്ല വിഷയം, ഒരു വിഭാഗത്തെ പ്രീണിപ്പെടുത്താം എന്നുള്ള കൃത്യമായ അജണ്ടയുടെ ഭാഗം മാത്രമാണ് വിവാദങ്ങളെന്നാണ്. അപ്പൊ ഇവർ പ്രതീക്ഷിക്കുന്ന എന്ത് തരത്തിലുള്ള ഗുരുപൂജയാണ്, അല്ലാതെ എന്ത് ഗുരുദക്ഷിണയാണ്? ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മഹാരാജാസ് പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചതാണ് ഇവർ ഗുരുദക്ഷിണയായിട്ട് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ സരസു എന്ന് പറയുന്ന അധ്യാപിക റിട്ടയർമെന്റ് ടൈമിൽ അവർക്ക് കുഴിമാടം ഉണ്ടാക്കി അവരെ സ്വീകരിച്ചതാണോ? സദാനന്ദ മാഷ്, ഇന്ന് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്ന ഇതേ സമയം തന്നെ കണ്ണൂരിൽ നിന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട MP, അദ്ദേഹം ഈ രണ്ട് കാലുമില്ലാത്ത ഒരു അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി നിന്നതുകൊണ്ട് മാത്രം, ഭാരതീയ ചിന്താഗതികളുടെ സനാതന ധർമ്മത്തിന്റെ ഭാഗമായതിന്റെ പേരിൽ മാത്രമുള്ള അസഹിഷ്ണുത കൊണ്ട് ശാരീരികമായി അദ്ദേഹത്തെ ആക്രമിച്ചാണ്. രണ്ട് കാലും ആ മനുഷ്യന്റെ വെട്ടിക്കളഞ്ഞു. അദ്ദേഹം അതിനു മുമ്പ് ഇടതുപക്ഷ സഹയാത്രികനായ ഒരു മനുഷ്യനായിരുന്നു. ചിന്താഗതി മാറുന്നു, ഭാരതീയമായ കാഴ്ചപ്പാടുകളെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പം ഒന്ന്, ആശയം കൊണ്ട് നേരിടാൻ പരിശ്രമിച്ച് പരാജയപ്പെടുന്ന സമയത്ത് കായികമായി നേരിടുന്നു. ഇതൊക്കെ കേരളം കുറെ കാലങ്ങൾ കണ്ടുപിടിക്കുക. അദ്ദേഹം ഇന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇതേ ദിവസത്തിലേക്ക് കൊണ്ടുവന്നത് അത് ആകസ്മികമായിട്ടായിരിക്കാം. TP ശ്രീനിവാസൻ സാറിനെ അടിച്ച് താഴെയിട്ടു. ലോകം ആരാധിക്കുന്ന നയതന്ത്രജ്ഞനാണ് അദ്ദേഹം, ഭാരതത്തിന്റെ വക്താവാണ് അദ്ദേഹം, മുൻ വിദേശകാര്യ. അദ്ദേഹത്തെയൊക്കെ അടിച്ച് താഴെയിട്ടപ്പോൾ ഇവർക്ക് എന്താണ് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സഹപ്രവർത്തകയോട് എന്താ പറയാ, ഇപ്പൊ എനിക്കൊരു ഡിബേറ്റിൽ നിന്ന് യൂസ് ചെയ്യാൻ വയ്യാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടെ സഹപ്രവർത്തകരെ ആക്രമിക്കുന്നു. എങ്ങനെ അധ്യാപകന്റെ കരണത്തടിച്ച വിഷയം, കൊയിലാണ്ടി ഗുരുദേവ കോളേജിന്റെ പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ സാറിന്റെ കരണത്തടിച്ച വിഷയം ഉണ്ടായി. ഇതാണോ ഗുരുപൂജ? ഇനി അത് മാതൃകയാക്കി എല്ലാ വിദ്യാലയങ്ങളിലും നാളെ മുതൽ. ഇതിന്റെ പ്രശ്നം എന്താ പറയുക, പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമാണ്. അധ്യാപകനെ ഒരു വർഗമായി കാണുക, വിദ്യാർത്ഥിയെ വർഗമായി കാണുക. ഒരു SFIയുടെ ഒരു നേതാവിന്റെ ഒരു ബൈറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. എത്ര വിചിത്രമാണെന്ന് ആലോചിച്ച് നോക്കണം. അതായത് അധ്യാപക വർഗവും വിദ്യാർത്ഥി വർഗവും തമ്മിലുള്ള സമരത്തിന്റെ ഭാഗം, അതായത് വർഗ സമരത്തിന്റെ ഭാഗമാണ് അധ്യാപകനെ കോളേജിൽ കൂട്ടിയിട്ടെന്നാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം. ഇതിന് കൈയടിക്കുന്ന ആളുകൾ ഈ കേരളത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ സുരേഷ് ബാബുവിനെ പോലുള്ള മുതിർന്ന സംഘടനാ പ്രവർത്തകർ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തിരുത്തയല്ലേ വേണ്ടത്? ജയകൃഷ്ണമാഷ ക്ലാസ്സിലിട്ട് വെട്ടിക്കൊന്ന പ്രസ്ഥാനം, അതിനെ പിന്നീട് ന്യായീകരിച്ച പ്രസ്ഥാനം, ഇതാണോ ഇവർ പ്രതീക്ഷിക്കുന്ന ഗുരുപൂജ, ഗുരുദക്ഷിണ? ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ഈ എന്താ പറയാ, സ്വന്തം സംഘടനയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി എന്തിന്റെ പുറകെയും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. ഈ ഒരു സമയത്ത് തന്നെയാണ് സ്കൂൾ
സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ജിഫ്രിക്കോയെ തങ്ങൾ സമയം നിശ്ചയിച്ചു, ഞാൻ വന്നേക്കാം ചർച്ചയ്ക്കെന്ന് നാണമില്ലാതെ പറഞ്ഞ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്നിപ്പോ ഇതൊന്നും കേരളത്തിന്റെ ഭാഗമല്ല എന്ന് പറയുന്നു. കേരള സംസ്കാരത്തിന്റെ ഭാഗമല്ല, കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല. നിയമസംഹിത, ഏത് നിയമസംഹിത പ്രകാരം, സുരേഷ് ബാബു മുമ്പ് സൂചിപ്പിക്കുന്നുണ്ട്, ഏത് നിയമസംഹിത പ്രകാരമാണ് ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്? ഇത് അത് പക്ക കോമഡിയല്ലേ? ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാല് ഈ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ റെയ്ഡ് വരുന്ന സമയത്ത് കൊച്ചുമക്കൾക്ക് ബിസ്ക്കറ്റ് കിട്ടാത്തതിന്റെ പേരിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതേപോലെ ശ്രീകൃഷ്ണ ജയന്തി ഇത്ര പോപ്പുലർ ആക്കുന്നതിൽ ഇവരുടെ പങ്ക് വളരെ വലുതാണ്. ശ്രീകൃഷ്ണ ജയന്തിയിൽ കുട്ടികളുടെ ബാലാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് മുമ്പ് ഒരു 5 വർഷം മുമ്പ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ആ കേസ് എതിരെ പോയി. അപ്പൊ ഇതൊക്കെ താൽക്കാലികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ മറയ്ക്കാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്ന വിവാദങ്ങളാണ്. അധ്യാപകനെ ബഹുമാനിക്കാൻ, കടലിനെ അധ്യാപകനായി കാണുന്ന, ചിലന്തിയെ അധ്യാപകനായി കാണുന്ന, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗുരു എന്ന് പറയുന്ന മഹത്തായ സങ്കല്പത്തെ ഒരു ഗ്രന്ഥമാണെങ്കിൽ അങ്ങനെ കാണുന്ന സിഖ് സംസ്കാരം, സിഖ് മതഗ്രന്ഥമാണ്, അറിയാമോ? അതൊരു മനുഷ്യനോ വ്യക്തിയോ അല്ലല്ലോ, ഒരു മതഗ്രന്ഥത്തെ ഗുരുവായി കരുതി ആരാധിക്കുന്നു. ഭാരതത്തിന്റെ ഭഗവ പതാകയെ ഗുരുവായി കരുതി ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു സംസ്കാരത്തിൽ ആ പൂജ ചെയ്യുന്ന, ആദരവ് അർപ്പിക്കപ്പെടുന്ന മനുഷ്യനെ വ്യക്തിയായിട്ടല്ല അവിടെ കാണുന്നത്. നിങ്ങൾ തന്നെ പറയുന്നത് പോലെ പ്രതീകാത്മകമായി ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ മകുടോദാഹരണമാണ് ശ്രീ ഗുരുപൂജ, ഗുരുദക്ഷിണ എന്ന് പറയുന്നത്. അതിനെ അത്രയും ശ്രേഷ്ഠമായി കാണാൻ ഇവിടുത്തെ ആളുകൾക്കറിയാം. വിവാദമാക്കുന്നത് എന്തിനാണെന്നുള്ള ബോധ്യവും അവർക്കുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.